ഹേയ് ഹലോ. ഇന്ന് ഞങ്ങളെ തറവാട്ടിലൊരു പൂജയാട്ടോ. ഞങ്ങളെ തറവാട്ടിൽ ഇതേപോലെ ഭഗവതിക്കും മുത്തപ്പനും കരിങ്കുട്ടി ഭഗവാനും ഭൈരവനൊക്കെ സ്ഥാനം കൊടുത്തിട്ടുണ്ട്. അപ്പം ഇന്ന് അവിടെ പൂജയായിരുന്നു. അപ്പം നല്ല ഉച്ചയ്ക്ക് നല്ല സാമ്പാറും അവിയലും കേബേജ് ഉപ്പേരിയും ഓലനൊക്കെ കൂട്ടി നല്ലൊരു സദ്യ ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷമായപ്പോൾ എല്ലാവരും കൂടെ ചേർന്ന് പൂവൊക്കെ റെഡിയാക്കട്ടോ, പൂജയ്ക്ക് വേണ്ടത്. ഇതൊക്കെ നല്ല രസമായിരുന്നു, കഥകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന് ഇതാക്കിയായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പം പൂജയ്ക്ക് വേണ്ട പ്രസാദം, അതായത് ഇവിടെ ഇതൊക്കെയാണ് ഉണ്ടാവുക: കടല പുഴുങ്ങിയത്, വൻപയർ പുഴുങ്ങിയത്, അതേപോലെ തന്നെ നമ്മളെ ത്രിമധുരമൊക്കെ പഴം കൊണ്ടൊക്കെ ഉള്ള ത്രിമധുര പ്രസാദമൊക്കെ ഉണ്ടാവും. പിന്നെ അവിയൽ മലര് കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ റെഡിയാക്കി വൈകുന്നേരം ആയപ്പോഴത്തേക്ക് വിളക്കൊക്കെ കത്തിക്കാനുള്ള ഒക്കെ സെറ്റാക്കി ദൈവങ്ങളുടെ അവിടെ കൊണ്ട് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പിള്ളേർ സെറ്റ് എല്ലാവരും കൂടെ ഈ സ്ഥാനത്തിൻ്റെ ചുറ്റുമായിട്ട് ഇങ്ങനെ അതേമാതിരി ചിരാതൊക്കെ കത്തിച്ച് എല്ലാവരും കൂടെ സെറ്റാക്കി ഞങ്ങൾ. നല്ല രസമായിരുന്നു. പണ്ട് ഇതേമാതിരി ഞാനൊക്കെ ചെറിയ കുട്ടിയാകുമ്പോൾ എൻ്റെ അമ്മച്ചനൊക്കെ പൂജ ചെയ്യുന്ന സമയത്ത് ഞങ്ങളും ഇതിൻ്റെ ഉള്ളിലൊക്കെ കയറിയിരുന്നു. കാരണം ചെറിയ കുട്ടികൾക്ക് കയറാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഞങ്ങളൊക്കെ അതൊക്കെ ഇങ്ങനെ ഓരോ കഥകളൊക്കെ പറഞ്ഞ് നല്ല രസമായിരുന്നു. അന്നത്തെ കുറേ മെമ്മറീസ് ഇങ്ങനെ പറയുന്നത്. കാരണം അമ്മച്ചനൊക്കെ മരിച്ചു പോയതിന് ശേഷം കുറേ കാലം ഇവിടെ പൂജയൊന്നും അങ്ങനെ ചെയ്തിട്ടൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഓർമ്മ വന്നപ്പം നല്ല രസം. അപ്പോൾ അതേപോലെ വീണ്ടും സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരു സന്തോഷം. ഇതാട്ടോ ഞാൻ പറഞ്ഞില്ല ഇവിടുത്തെ പ്രസാദം. ഇതേപോലത്തെ കടല പുഴുങ്ങിയതും മമ്പയർ പുഴുങ്ങിയതും അവിൽ മലര് ഒക്കെയാണ്. അപ്പോൾ പൂജയൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി ഇതാ സെറ്റാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. മേമ്മമാരൊക്കെ കൂടെ ഇങ്ങനെയാണ് കൊടുക്കുക പ്രസാദം. എല്ലാവർക്കും കൊടുക്കും, പൂജയ്ക്ക് പങ്കെടുത്തിട്ടുള്ള എല്ലാവർക്കും കൊടുക്കും. അപ്പോൾ അത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റും കൂടി ചെയ്യുക.